1980 തൃപ്പൂണിത്തുറ നഗരസഭയുടെ നേതൃത്വത്തിൽ പാരമ്പര്യവും സാംസ്കാരികതയും അനുസ്മരിച്ചുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും എല്ലാവിധ ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. മന്ത്രി പി രാജീവ് പതാക ഉയർത്തി. ചടങ്ങ് ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്യും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പൊന്നോണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഗതകാല സ്മരണകൾ ഉയർത്തിക്കൊണ്ട് ഓരോ മലയാളി മനസ്സിനെയും ആനന്ദ നിർവൃതിയിൽ ആറാടിച്ചുകൊണ്ട് കടന്നുപോകുന്ന ഓരോ തൃപ്പൂണിത്തുറക്കാരന്റെയും സ്വകാര്യ അഭിമാനമാണ് അത്താഘോഷയാത്ര. ജാതിമത ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നാണെന്ന ഓർമ്മപ്പെടുത്തലായി അനേകം കലാരൂപങ്ങളുടെയും നിറച്ചാർത്തുകളുടെയും സമന്വയമായ ഓരോ അത്താഘോഷങ്ങളും വേറിട്ട ഓർമ്മകളായി ഓരോ മലയാളിയുടെയും മനസ്സിൽ മായാതെ നിൽക്കും. ഇന്ന് നടന്നുവരുന്ന അത്തം ഘോഷയാത്ര പുതിയ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന കൂട്ടായ്മകൾക്ക് പുതുജീവൻ പകരുന്നുണ്ട്. മാനവികതയുടെ മഹത്തായ മൂല്യം കൈവിടാതെ മതഭേദങ്ങൾ മറന്ന് ആയിരങ്ങളാണ് ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്കാണ് തുടക്കമായിരിക്കുന്നത്. വർണ്ണാഭമായ തുടക്കമാണ് തൃശൂരിൽ. മന്ത്രി പി രാജീവ് പതാക ഉയർത്തി. ചടങ്ങ് ചലച്ചിത്ര താരം പത്മശ്രീ ജയറാമാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുക. അത്തച്ചമയ കാഴ്ചകൾ, അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നഗരം ചുറ്റിയ ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും തിരികെ ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിലേക്ക് ഘോഷയാത്ര എത്തിച്ചേരുക. വാദ്യമേളങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് പൊലിമ നൽകും. അത്താഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ഇനങ്ങളിലായി 3000-ലധികം കലാകാരന്മാർ ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള അത്തച്ചമയ ആഘോഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാം. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ അത്തച്ചമയ ആഘോഷങ്ങൾ നടക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് നമുക്കൊപ്പം ചേർന്നത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലാണ് ജിജീഷ് ഉള്ളത്. ജിജീഷ്, തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ഔദ്യോഗികമായി തന്നെ തുടക്കമായിരിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് ഇപ്പോൾ അവിടെയുള്ള ആഘോഷത്തിന്റെ കാഴ്ചകൾ? വലിയ തിരക്കാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. ഫ്ളാഗ് ഓഫ് അല്പസമയത്തിനകം നടക്കുമെന്നാണ് കരുതുന്നത്. കൂടുതൽ വിവരങ്ങൾ ശ്രീ കെ ബാബു അവർകളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൃപ്പൂണിത്തുറക്കാർക്ക് ചിരപരിചിതനും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട MLA ഈ അത്താഘോഷ ചടങ്ങിന്റെ പേരിൽ ഈ ആഘോഷങ്ങൾക്കായി വളരെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അല്പസമയത്തിനകം അത്തച്ചമയ ഘോഷയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും. അത് തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ അത്തനഗറായ ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര തൃപ്പൂണിത്തുറയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തിലൂടെ സ്റ്റാച്യു ജംഗ്ഷൻ വഴി കിഴക്കേക്കോട്ടയിലേക്ക് എത്തുകയും അവിടെ നിന്ന് വളഞ്ഞ് വടക്കേക്കോട്ട വഴി ജംഗ്ഷൻ വഴി തിരിച്ച് ഇവിടെ തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് തന്നെ എത്തുന്നത്. മന്ത്രി പി രാജീവാണ് അല്പസമയം മുമ്പ് അത്തം പതാക ഉയർത്തിയത്. അത്തം പതാക ഉയർത്തിയതോടുകൂടി തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്ര തുടർന്നുള്ള ആഘോഷ പരിപാടികൾക്കുമെല്ലാം തന്നെ ഔദ്യോഗികമായ തുടക്കമായി. 10 ദിവസങ്ങൾ ഇനി ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ്. 10 ദിവസങ്ങൾ ഇനിയുള്ളത് ആഘോഷങ്ങളുടേത് മാത്രമാണ്. വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ മത്സരങ്ങൾ, പൂക്കള മത്സരം അടക്കമുള്ള വിവിധ മത്സരങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അത്തം ആഘോഷ കമ്മിറ്റി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മന്ത്രി പി രാജീവ്, മന്ത്രി MP രാജേഷ് അടക്കമുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ പത്മശ്രീ ജയറാം ആണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ഈ ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് അല്പസമയം മുമ്പ് അദ്ദേഹം ബഡ്സ് സ്കൂളിലെ കുട്ടികളെ കണ്ടിരുന്നു. എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലരായ കുട്ടികൾ ഈ അത്തം ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ കുട്ടികളുമായി അദ്ദേഹം അവരെല്ലാവരും തന്നെ സംസാരിച്ചു. അതിനുശേഷം വീണ്ടും സ്റ്റേജിൽ ഔദ്യോഗികമായി തന്നെ പരിപാടികൾ ആരംഭിച്ചു. നേരത്തെ വർഷങ്ങളായി തന്നെ തൃപ്പൂണിത്തുറ അത്തച്ചമയം തുടർച്ചയായി നടന്നു വരുന്നു. യാതൊരു തടസ്സവുമില്ലാതെ. നേരത്തെ രാജഭരണകാലത്ത്
രാജകീയമായ രീതിയിലായിരുന്നു അത്തച്ചമയ ഘോഷയാത്രകൾ നടന്നിരുന്നത് എങ്കിൽ അതിന്റെ ഒരു പുനരാവിഷ്കാരം എന്ന രീതിയിൽ തന്നെയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം നടക്കുന്നത്. മുമ്പ് എങ്ങനെയാണോ കൊച്ചി രാജാവ് തന്റെ പ്രജകളെ കാണാൻ സർവ്വസൈന്യ സമേതനായി എഴുന്നള്ളിയിരുന്നത്, അതിന് സമാനമായി തന്നെയാണ് ഇപ്പോഴും അത്തച്ചമയ ഘോഷയാത്ര നടത്തുന്നത്. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, അതിൽ നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കളിയാട്ടങ്ങളും എല്ലാം തന്നെ വിവിധ കലാരൂപങ്ങൾ അങ്ങനെ അണിനിരന്നിരിക്കുന്ന ഒരു ഇവിടെ നടക്കുന്നത്. ആ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭം കുറിക്കുകയും ചെയ്യും. ഇപ്പോൾ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ചെയർപേഴ്സൺ രമ സന്തോഷ് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അല്പസമയത്തിനകം പത്മശ്രീ ജയറാം ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നതോടുകൂടി ഈ ഘോഷയാത്ര തൃപ്പൂണിത്തുറയിൽ നിന്നും അത്തം നഗറായ തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ റോഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. ഇരുവശങ്ങളിലും വലിയ ഒരു ജനക്കൂട്ടമാണ് അത്തം ഘോഷയാത്ര കാണാൻ തടിച്ചുകൂടിയിരിക്കുന്നത്. മറ്റു തടസ്സങ്ങളൊന്നുമില്ല, കാരണം മഴ പോലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ചിലപ്പോഴെല്ലാം മഴ ഉണ്ടാകാറുണ്ട്, അത്തം ഘോഷയാത്രയെ അത് ബാധിക്കാറുണ്ട്. എങ്കിൽ ഇത്തവണ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. നിലവിൽ ആനയെ എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. ജില്ലാ കളക്ടർ അതിനുള്ള തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും സാനു കെ സജീവിലേക്ക് കൂടി പോവുകയാണ്. സാനു, അവിടെ നല്ല തിരക്കാണ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം തന്നെ ജയറാം അല്പസമയത്തിനകം അവിടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയും ചെയ്യും. എങ്ങനെയാണ് അവിടെ നിന്നുള്ള തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയുടെ കാഴ്ചകൾ സാനു? രാഹി, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ഇതിനോടകം തന്നെ ജനസഞ്ചയമാണ്. അതായത് രാവിലെയൊക്കെ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വളരെ ആൾ കുറവായിരുന്നു. ഈ റോഡിലൂടെ ധാരാളം വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് ഈ അത്തച്ചമയ പരിപാടിയിലേക്ക്, അത്തച്ചമയം കാണുന്നതിന് വേണ്ടിയിട്ട്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഓണാഘോഷത്തിന് നാണി കുറിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന വലിയൊരു ജനസഞ്ചയത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഇവിടെ തയ്യാറാക്കി പോലീസിന്റെയൊക്കെ നമ്മൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ബാരിക്കേഡുകളൊക്കെ വെച്ച് അതിന്റെ മറുഭാഗത്താണ് ഈ ഘോഷയാത്ര കാണാൻ, ഇതിൽ പങ്കാളികളാവാൻ വന്നിരിക്കുന്നവർ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ഘോഷയാത്ര നടക്കുന്നതിന്റെ, ഈ ഉദ്ഘാടനം നടക്കുന്നതിന്റെ ഏകദേശം 500 മീറ്റർ ഇപ്പുറത്താണ്, മുൻഭാഗത്തായിട്ടാണ് ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡ് വരുന്നത്. ഈ ബസ് സ്റ്റാൻഡിലൂടെ വന്ന് ഈ കാണുന്ന വീതിയിലൂടെയാണ് ഈ യാത്ര ഇങ്ങനെ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി, പങ്കാളികളാവുന്നതിന് വേണ്ടി ഒക്കെ വന്നിട്ടുള്ളത്. അതായത് സാധാരണ നിലയിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള കൊച്ചിയിൽ നിന്ന്, അല്ലെ എറണാകുളത്ത് നിന്നുള്ളവരൊക്കെയാണ് സാധാരണ നിലയിൽ കാണാറുള്ളതെങ്കിൽ ആ പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കേരളത്തിന്റെ യാത്രയിൽ പങ്കാളികളാകാൻ ഓണത്തിന്റെ ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. മന്ത്രി പി രാജീവാണ് പതാക ഉയർത്തിയത്. ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. അതേസമയം തന്നെ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിനെത്തിച്ച ആനയെ എഴുന്നള്ളിക്കുന്നത് ജില്ലാ കളക്ടർ തടഞ്ഞിട്ടുണ്ട്. ഘോഷയാത്രയിൽ ആന വേണ്ട എന്നാണ് കളക്ടറുടെ നിലപാട്. വിഷയത്തിൽ മന്ത്രിതല ചർച്ചകൾ നടക്കുകയാണ്. സനു കേൾക്കാമോ? സനു, കേൾക്കാം. ഹലോ സാനു, തുടരാം. സാനു, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ സമീപമാണ്. അതായത് അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ സാനു, ഓണത്തിന്റെ വരവറിയിച്ച് ചരിത്ര പ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ഔദ്യോഗികമായി തന്നെ തുടക്കമായിരിക്കുകയാണ്. മന്ത്രി പി രാജീവാണ് പതാക ഉയർത്തിയത്. അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നേരത്തെ വാഹനങ്ങളൊക്കെ ഓടിയിരുന്ന നിരത്താണ്. എന്നാൽ ഇപ്പോൾ വലിയൊരു ജനസഞ്ചയം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓണത്തിന്റെ ആ ഒരു
ഒരു ആരവത്തിലേക്ക് ജനങ്ങൾ പോയി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. എന്തായാലും നമുക്ക് ജിജീഷിലേക്ക് പോകാം. ജിജീഷ്, അവിടെയുള്ള ഒരു ജനസഞ്ചയം, ഈ നിരത്തുകളൊക്കെ ജനങ്ങൾ കീഴടക്കി കഴിഞ്ഞു. ഈ ഓണാഘോഷത്തിന്റെ ഭാഗമാവുകയാണ്, അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമാവുകയാണ്. എങ്ങനെയാണ് അവിടെ അല്പസമയത്തിനകം ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ഓണത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള അത്തച്ചമയം ദൃശ്യമായും റിപ്പോർട്ടായും എത്തിച്ചു കൊടുക്കുന്ന അല്പസമയത്തിനകം തന്നെ നടൻ ജയറാം അദ്ദേഹം ഇതിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. അതിനു മുമ്പ് തന്നെ അത്തപ്പതാക ഉയർത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ചെയർപേഴ്സൺ, തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ രമാ സന്തോഷ് സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അതിനുശേഷം മന്ത്രി ഇവിടെ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളായ മന്ത്രി പി രാജീവും ഒപ്പം